പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. നിത്യനായ ദൈവമേ, അളവുകളില്ലാത്ത അവിടുത്തെ സ്നേഹത്തെ പ്രതി ഇന്നേ ദിനം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന അനുപമവും നിസ്സീമവുമായ സ്നേഹവാത്സല്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഈ നോമ്പു നാളുകളിൽ അവിടുത്തെ തിരുമുൻപിൽ ആയിരുന്നു കൊണ്ട് ആത്മപരിശോധന ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും ഞങ്ങളെ തന്നെയും വ്യക്തമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നല്ല ദൈവമേ, അവിടുത്തെ മുഖശോഭ ഞങ്ങളിൽ പതിയുമ്പോൾ ഞങ്ങളിലുള്ള അശുദ്ധികളുടെ ബന്ധനങ്ങൾ അഴിയുകയും അജ്ഞതയുടെ ഇരുളുകൾ മാഞ്ഞു പോവുകയും ചെയ്യുന്നു. കർത്താവെ, പാപബോധം നഷ്ടപ്പെട്ട് തന്നിഷ്ടം പോലെ ജീവിച്ചു പോയ ഞങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് അവിടുത്തെ കൃപയുടെ നീർച്ചാലുകൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ഉള്ള എല്ലാ മാലിന്യങ്ങളും മുള്ളുകളും മുൾച്ചെടികളും അവിടുത്തെ പരിശുദ്ധാത്മ അഗ്നിയാൽ ജ്വലിപ്പിച്ച് ചാമ്പലാക്കി മാറ്റണമേ. കർത്താവായ ദൈവമേ, പുതിയ സൃഷ്ടികളാകുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തത്തിന്റെ അത്ഭുതകരമായ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ അവിടുന്ന് കൂടെയായിരിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിന്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ എല്ലാവരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റവയെ വെച്ചുകെട്ടുവാനും തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനും അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണമേ. പാപഭാരത്താൽ കുനിഞ്ഞ ശിരസ്സുമായി നടക്കുന്ന അവസ്ഥയിൽ നിന്നും അഭിമാനത്തോടെ ശിരസ്സുയർത്തി നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിശാബോധം നഷ്ടപ്പെട്ട എല്ലാവരെയും കർത്താവെ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. ദൈവസ്നേഹത്തിന്റെ മാധുര്യം അനുഭവിക്കുവാനും ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല റാണി, ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. സർവശക്തിയും അത്ഭുതങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ അമ്മയാണ് അവിടുന്ന്. ഈ അഗാധമായ നിമിഷത്തിൽ ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു. വിനയത്തോടും വിശ്വാസത്തോടും കൂടി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ മക്കളായ ഞങ്ങളെ ഞങ്ങളുടെ കഷ്ടതകൾ സഹായിക്കുവാൻ എപ്പോഴും തയ്യാറുള്ള കരുണയുള്ള അമ്മയാണ് അവിടുന്ന്. ഞാൻ ദിവസവും അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും മറികടക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങളും എൻ്റെ ആത്മാവിനെ ദഹിപ്പിക്കുന്ന കഷ്ടപ്പാടുകളും അമ്മ അറിയുന്നുവല്ലോ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയിലാണ് എൻ്റെ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുന്നത്. കാരണം അമ്മയുടെ സ്നേഹത്തിലും ശക്തിയിലും അമ്മയ്ക്ക് നേടാൻ കഴിയുന്നതിന് പരിധികളില്ലെന്ന് എനിക്കറിയാം. അന്ധകാരത്തിന്റെ നടുവിലെ പ്രത്യാശയുടെ ദീപസ്തംഭമായ അമ്മ കൃപകളുടെയും സാന്ത്വനത്തിന്റെയും ഒഴിച്ചുകൂടാനാവാത്ത ഉറവിടമാണ്. എൻ്റെ ജീവിതത്തിന്റെ പ്രയാസകരമായ സമയത്ത് അമ്മ എൻ്റെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. അമ്മയുടെ ജ്ഞാനത്താൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പ്രകാശിപ്പിക്കണമേ. അമ്മയുടെ നന്മയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അമ്മയുടെ മേലങ്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിക്കുവാൻ അസാധ്യകാര്യങ്ങളുടെ മാതാവേ, അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ കൃപയും കാരുണ്യവും ഞങ്ങളെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് നയിക്കട്ടെ. ആരോഗ്യം മുതൽ സാമ്പത്തികം വരെ, വളരെ ബന്ധങ്ങൾ മുതൽ വ്യക്തിപരമായ പൂർത്തീകരണം വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, നിരാശയുടെ ഈ നിമിഷത്തിൽ അമ്മ എൻ്റെ അപേക്ഷ കേൾക്കുമെന്നും
എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭവനത്തെ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു. അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും ഉത്കണ്ഠകളും പ്രതീക്ഷകളും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മുൻപിലുള്ള വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. ഓ അസാധ്യ കാര്യങ്ങളുടെ അമ്മേ, അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തൻ്റെ അനന്തമായ നന്മയിൽ ഞങ്ങളുടെ കാര്യത്തിന് അനുകൂലമായ അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപ നൽകുകയും ചെയ്യട്ടെ. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യമായ കാര്യങ്ങൾ എന്ന് തോന്നിയാലും ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വസിക്കുകയും അമ്മയിലൂടെ എല്ലാം സാധ്യമാണെന്ന് അറിയുകയും ചെയ്യുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ജീവനുള്ള സാക്ഷ്യമാകട്ടെ. അമ്മയുടെ സഹായത്താൽ ഞാൻ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുകയും സന്തോഷവും സംതൃപ്തിയും കൈവരിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാമ്മേ, അസാധ്യമായ ഈ നിമിഷത്തിൽ ഞാൻ അമ്മയോട് എൻ്റെ ശബ്ദമുയർത്തുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മ ഉണ്ടെന്ന് എനിക്കറിയാം. അമ്മയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും എൻ്റെ അസ്വസ്ഥമായ ആത്മാവിന് ആശ്വാസവും നൽകുകയും എൻ്റെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ മാതൃഭാവത്തിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു. കാരണം എന്നെ അമ്മയുടെ കൈകളിലെടുക്കുവാൻ അമ്മ എപ്പോഴും തയ്യാറാണ് എന്ന് എനിക്കറിയാം. കൃപാസനം പ്രസാദപര മാതാവേ, നിശബ്ദതയിൽ ഞാൻ പൊഴിക്കുന്ന കണ്ണുനീരുകൾ അവിടുന്ന് കാണുന്നുണ്ടല്ലോ. പരിശുദ്ധ മാതാവേ, എൻ്റെ ഓരോ കണ്ണുനീരും, എൻ്റെ മനസ്സിനെ കീഴടക്കുന്ന എല്ലാ വേദനകളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അമ്മയുടെ കൃപകൾ എന്നിലേക്ക് അയക്കുവാനും എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കാൻ സഹായിക്കുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞാൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ എനിക്ക് പലപ്പോഴും ദുർബലവും നിസ്സഹായതയും തോന്നുന്നു. പക്ഷേ അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ മുന്നോട്ടു പോകുവാനുള്ള ശക്തി കണ്ടെത്തുന്നു. ഇരുണ്ട രാത്രികളിൽ എൻ്റെ വഴിതെളിക്കുന്ന ദീപസ്തംഭമാണ് അവിടുന്ന്. പ്രത്യാശയിലേക്ക് എൻ്റെ ചുവടുകളെ നയിക്കുന്ന നക്ഷത്രവും. അസാധ്യമെന്ന് തോന്നുന്നവയെ പരിവർത്തനം ചെയ്യുവാൻ കഴിവുള്ള അമ്മയാണ് അവിടുന്ന്. പരിശുദ്ധ മാതാവേ, അമ്മയുടെ അസാധ്യതയുടെ മുന്നിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. അസാധ്യമായ കാര്യങ്ങളുടെ അമ്മേ, അമ്മയുടെ മാതൃസ്നേഹത്താൽ എന്നെ ആശ്ലേഷിക്കുകയും അമ്മയുടെ സംരക്ഷണ കവചത്തിൽ എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പൊതിയണമേ. ദൈവത്തിൻ്റെയും എൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവേ, കഷ്ടതകളെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ആന്തരിക സമാധാനവും ശാന്തതയും പ്രദാനം ചെയ്യുന്നതിനായി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ വിശുദ്ധ കരങ്ങൾ നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ആർദ്രതയാൽ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും എൻ്റെ ആശങ്കകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. അമ്മയുടെ ദിവ്യപുത്രന്റെ മധ്യസ്ഥയായ അമ്മ, അങ്ങേ അനന്തമായ നന്മയെ എനിക്കായി അപേക്ഷിക്കണമേ. അത്ഭുതങ്ങളുടെ മാതാവേ, യേശുവിനോട് എൻ്റെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ തൻ്റെ കരുണയിലും ശക്തിയിലും അമ്മയുടെ ശബ്ദം കേൾക്കുകയും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന കൃപ അവിടുന്ന് എനിക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിശ്വാസ വിനയത്തിൻ്റെയും ദൈവികതയ്ക്കുള്ള സമർപ്പണത്തിൻ്റെയും മാതൃക എനിക്ക് നിരന്തരമായ പ്രചോദനമാകട്ടെ. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റ് ശാന്തമാകുമ്പോഴും ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കട്ടെ. പ്രാർത്ഥനയിലൂടെയും കീഴടങ്ങലൂടെയും എനിക്ക് അസാധ്യമെന്ന് തോന്നുന്നതിനെ മറികടക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനും എപ്പോഴും എൻ്റെ അരികിലായിരിക്കുന്നതിനും അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു.
അമ്മയുടെ സഹായത്താൽ എൻ്റെ പ്രയാസങ്ങളിൽ ഞാൻ വിജയം വരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ അത്ഭുതങ്ങൾക്ക് ഞാൻ സാക്ഷിയാകുമ്പോൾ അമ്മയുടെ നാമം എപ്പോഴും സ്തുതിക്കപ്പെടട്ടെ. എൻ്റെ പാദം മുറിച്ചു കിടക്കുന്ന എല്ലാവരോടും നന്ദിയോടെ അമ്മയുടെ നന്മ പങ്കിടുവാൻ ഇടയാകട്ടെ. പരിശുദ്ധാമ്മേ, എൻ്റെ നിരന്തരമായ ഭക്തിയിൽ അമ്മയുടെ സ്നേഹനിർഭരമായ കരങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. എനിക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുവാനുള്ള അമ്മയുടെ മഹത്വവും ശക്തിയും ഞാൻ തിരിച്ചറിയുന്നു. അമ്മയുടെ മക്കളായ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒരിക്കലും പരാജയപ്പെടാത്ത അമ്മയാണ് അവിടുന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ മാതൃസഹകരണത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തരണം ചെയ്യാനാകാത്തതായി തോന്നുന്ന വെല്ലുവിളികളുടെ മുഖത്ത് അസാധ്യകാര്യങ്ങളുടെ അമ്മയുടെ സഹായത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇരുട്ടിന്റെ നടുവിലെ തിളങ്ങുന്ന നക്ഷത്രമായ പരിശുദ്ധ മാതാവേ, ഓരോ ദിനവും പുതുക്കപ്പെടുന്ന പ്രത്യാശ എൻ്റെ ജീവിതത്തെ അനുകമ്പയോടെ നോക്കുവാനും എന്നെ ബാധിക്കുന്ന സാഹചര്യങ്ങളിൽ ഇടപെടുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവേ, അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള അമ്മയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു തടസ്സവുമില്ലെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ആശ്വാസം നൽകാൻ കഴിയാത്ത ഒരു കഷ്ടപ്പാടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ അനന്തമായ നന്മയാൽ എനിക്ക് ആവശ്യമുള്ള കൃപ നൽകണമേ. പരിശുദ്ധാമ്മേ, വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിൻ്റെയും പാതയിലേക്ക് എൻ്റെ ചുവടുകൾ നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രത്യാശയെ ശക്തിപ്പെടുത്തുകയും എൻ്റെ വിശ്വാസം പുതുക്കുകയും ചെയ്യുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും ശാന്തത നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമേ. അമ്മയുടെ മാതൃപരിചരണത്തിൽ നിശ്ചയദാർഢ്യത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ധൈര്യം എനിക്ക് നൽകണമേ. ശരീരത്തിലും ആത്മാവിലും കഷ്ടപ്പെടുന്ന രോഗികൾക്കും നിസ്സഹായർക്കും വേണ്ടി, ഏറ്റവും ആവശ്യമുള്ളവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കരുണയുള്ള അമ്മയുടെ കരങ്ങൾ നീട്ടുകയും അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ആശ്വാസവും രോഗശാന്തിയും അവർക്ക് നൽകുകയും ചെയ്യണമേ. അമ്മയുടെ മധ്യസ്ഥത എല്ലാ ദുരിതബാധിതർക്കും ആശ്വാസത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും ഉറവിടമാകട്ടെ. പരിശുദ്ധാമ്മേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിനും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. അമ്മയുടെ മാതൃസംരക്ഷണത്തിന് ഞാൻ എന്നെ തന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തെയും സമർപ്പിക്കുകയും അമ്മയിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധിയെ അന്വേഷിക്കുവാനും ദൈവഹിതത്തിനനുസൃതമായി ജീവിക്കുവാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അമ്മയുടെ ഭക്തിയും സ്നേഹവും പ്രചരിപ്പിക്കുന്ന അമ്മയുടെ അത്ഭുതങ്ങളുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന നിരുപാധികമായ സ്നേഹത്തിന്റെ മാതൃക പിന്തുടർന്ന് മറ്റുള്ളവരോടുള്ള കരുണയുടെയും സേവനത്തിൻ്റെയും ഉദാരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധ ദൈവമാതാവേ, ഞാൻ അമ്മയുടെ പ്രതിച്ഛായയെ ഭക്തിയോടെ ധ്യാനിക്കുന്നു. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. നിരാശയുടെ സമയങ്ങളിൽ അമ്മയുടെ മാതൃസാന്നിധ്യത്തിൽ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ. എല്ലാ കൃപകളുടെയും അനുഗ്രഹങ്ങളുടെയും മാതാവായ അങ്ങ് എന്നിലും ഞാൻ സ്നേഹിക്കുന്നവരിലും അമ്മയുടെ കൃപകൾ ചൊരിയുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അസാധ്യമായത് സാധ്യമാക്കാൻ അമ്മ പ്രാപ്തിയാണെന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ മാതൃസ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ അരികിലായിരിക്കുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും സ്വയം നേരിടുന്ന പ്രതിബന്ധങ്ങൾക്കെതിരായ വിജയത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധാമ്മേ, അങ്ങേ ദിവ്യപുത്രനുമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അനന്തമായ സ്നേഹത്തോടെ അവിടുന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
അങ്ങേ പുത്രനോട് ഞങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കണമേ. ഞങ്ങളെ അനുകമ്പയോടെ നോക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ നന്മയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള കൃപ നൽകണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, പ്രത്യേകിച്ച് പരീക്ഷണ സമയങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിത പദ്ധതികൾ തകരുന്നതായി തോന്നുമ്പോഴും ദൈവിക ജ്ഞാനത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ താഴ്മയോടെ ദൈവഹിതം സ്വീകരിക്കുകയും അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യട്ടെ. ഓ പ്രിയ അമ്മേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. അമ്മയുടെ സ്നേഹത്തിന്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാമ്മി, എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗവും ആരോഗ്യവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാമ്മി, അമ്മയുടെ ഭക്തി ലോകമെമ്പാടും അറിയപ്പെടട്ടെ. അമ്മയുടെ പേര് തീക്ഷ്ണതയോടെ വിളിക്കപ്പെടട്ടെ. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്കും ചരിത്രത്തിലുടനീളം അമ്മ ചെയ്ത എണ്ണമറ്റ അത്ഭുതങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കൂടുതൽ ആളുകൾക്ക് അമ്മയുടെ അത്ഭുതങ്ങൾ അനുഭവിക്കുവാനും അമ്മയുടെ മാതൃസ്നേഹം അനുഭവിക്കുവാനും അമ്മയുടെ ഭക്തി പ്രചരിപ്പിക്കുവാനും അമ്മയുടെ നന്മയെ സ്തുതിക്കുവാനുമുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ഞങ്ങൾ പുതുക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുകയും അമ്മയിൽ എൻ്റെ പ്രതീക്ഷകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിൽ നിന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയുടെ സഹായത്താൽ ഒന്നും അസാധ്യമല്ല എന്ന ആത്മവിശ്വാസത്തോടെ എൻ്റെ സ്വർഗീയ മാതാവെന്ന നിലയിൽ ഞാൻ അമ്മയെ എപ്പോഴും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഓ കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമിടയിൽ അമ്മയിലുള്ള എൻ്റെ വിശ്വാസത്തിന് അതിരുകളില്ല. അമ്മയുടെ മാതൃത്വത്തിന്റെ കരങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. അമ്മ പീഡിതരുടെ സഹായിയും ദുഃഖിതരായ ഹൃദയങ്ങൾക്ക് ആശ്വാസം വയ്ക്കുന്നവളും നിസ്സഹായരുടെ സംരക്ഷകയുമാണെന്ന് എനിക്കറിയാം. കൃപയും പുണ്യവും നിറഞ്ഞ അമ്മ ഞാൻ നേരിടുന്ന പോരാട്ടങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നുവല്ലോ. അതുകൊണ്ട് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു. എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മയുടെ കൈകളിൽ വെച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹങ്ങൾ പകർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാനും എനിക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിനു വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. അസാധ്യ കാര്യങ്ങളുടെ മാതാവേ, എൻ്റെ മുൻപിൽ മറികടക്കാനാകാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങൾ അമ്മയ്ക്കറിയാമല്ലോ. അമ്മയുടെ മധ്യസ്ഥതയാൽ അവയ്ക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന തടസ്സങ്ങൾ നീക്കി സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പൂർത്തീകരണത്തിൻ്റെയും പാതയിലേക്ക് എന്നെ നയിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. സ്നേഹമുള്ള അമ്മേ, ഞങ്ങളുടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ആരോഗ്യം പരിപാലിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. വേദനയ്ക്ക് ആശ്വാസവും ആശങ്കകൾക്ക് ശാന്തതയും അസുഖത്തെ നേരിടാൻ ശക്തിയും നൽകണമേ. അമ്മയുടെ പുത്രനായ യേശുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങേ പുത്രൻ ആവശ്യമുള്ള എല്ലാവർക്കും രോഗശാന്തിയും ക്ഷേമവും നൽകട്ടെ. ഓ പരിശുദ്ധ അമ്മേ, എൻ്റെ മനസ്സിനെയും എൻ്റെ ഹൃദയത്തെയും പ്രബുദ്ധമാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്നെ നയിക്കണമേ. അതുവഴി ശരിയും നീതിയും എന്താണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ ഇടയാകട്ടെ. എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്കിടയിലും ആന്തരിക സമാധാനം കണ്ടെത്തുവാനും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും പരിപാലിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു.
അമ്മയുടെ പുണ്യ കവചത്തിന് കീഴിൽ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് അമ്മയുടെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇതിനകം ചെയ്ത അത്ഭുതങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഭക്തി പുതുക്കുകയും എല്ലാ സാഹചര്യങ്ങളിലും അമ്മയെ ബഹുമാനിക്കുമെന്ന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. സഹായം തേടുന്ന എല്ലാവർക്കും പ്രത്യാശയും ആശ്വാസവും നൽകുന്ന അമ്മയുടെ നാമവും ഭക്തിയും ഞാൻ പ്രചരിപ്പിക്കട്ടെ. ഓ പ്രിയ അമ്മേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുകയും അമ്മയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഭൗമിക യാത്രയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. എല്ലാ കൃപകളുടെ മാതാവും നിരാശരായവരുടെ പ്രതീക്ഷയുമായ അമ്മേ, എന്റെയും സഹായത്തിനായി അമ്മയിലേക്ക് തിരിയുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ മാതൃകരം നീട്ടുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. നിരാശയുടെയും നിസ്സഹായതയുടെയും സമയങ്ങളിൽ ഞാൻ അമ്മയുടെ സാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അമ്മ തിളങ്ങി നിൽക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും ഞാൻ വിശ്വസിക്കുന്നതിനാൽ ഞാൻ തനിച്ചല്ല എന്നറിഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ. ആർദ്രതയും അനുകമ്പയുമുള്ള അമ്മേ, ഏകാന്തത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മറ്റ് ക്ലേശങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന എല്ലാവരോടും അമ്മയുടെ സ്നേഹത്തിന്റെ മേലങ്കി നീട്ടുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനുമായി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങനെ അങ്ങേ പുത്രൻ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ വേദന സുഖപ്പെടുത്തുകയും അവർക്ക് ആവശ്യമുള്ള സമാധാനം നൽകുകയും ചെയ്യട്ടെ. പരിശുദ്ധ മാതാവേ, ദൈവത്തിലും അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് ആവശ്യമുള്ള കൃപ ലഭിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മയുടെ മാതൃനന്മയിൽ വിശ്വാസമർപ്പിച്ച് അമ്മയുടെ സംരക്ഷണത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുകയും എൻ്റെ ജീവിതത്തിനാവശ്യമായ അനുഗ്രഹത്തിനായി, കൃപയ്ക്കായി, അത്ഭുതത്തിനായി വിശ്വാസത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഓ പരിശുദ്ധാമ്മേ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതായി തോന്നുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങേ പുത്രനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അസാധ്യമല്ലെന്നും എല്ലാം അവനെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്നും മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞാൻ പരീക്ഷ സമയത്ത് സഹിച്ചു നിൽക്കുവാനും അമ്മ എന്നോടൊപ്പമുണ്ടെന്ന ഉറപ്പിൽ ആശ്വാസം കണ്ടെത്തുവാനും ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ മാതൃസാന്നിധ്യത്തിനും അമ്മയുടെ ഇടവിടാത്ത മധ്യസ്ഥതയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും നിരാശജനകമായ നിമിഷങ്ങളിൽ പോലും അമ്മ എന്നെ കൈവിട്ടിട്ടില്ല എന്നെനിക്കറിയാം. എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമാകട്ടെ. അതുവഴി മറ്റുള്ളവർ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ കൃപ അറിയുകയും അനുഭവിക്കുകയും ചെയ്യട്ടെ. ഓ പ്രിയ അമ്മേ, എൻ്റെ എല്ലാ ഉത്കണ്ഠകളും ആഗ്രഹങ്ങളും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും എന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് തുടരണമേ. അമ്മയുടെ മാതൃസംരക്ഷണത്തിന് കീഴിൽ ഞാൻ സ്നേഹത്തിലും വിശുദ്ധിയിലും ദൈവഹിതം അന്വേഷിക്കുന്ന മറ്റുള്ളവരെ സേവിക്കുന്നതിൽ വളരട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.